സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ തൻ്റെ കഷ്ടകാലം ആരംഭിച്ചതായി ശൗര്യക്കുട്ടി കണക്കുകൂട്ടി. സമയം തീരെയില്ല. അവൻ ഡെന്നിച്ചിനെയും ജാനറ്റിനെയും പോലെ മുഴുവൻ സമയ വിദ്യാർത്ഥിയായി മാറി. രാവിലെ എണീറ്റ് വരുമ്പോൾ 7 മണി കഴിയും. പിന്നെ ഒന്നിനും സമയമില്ല. കടപ്പുറത്തെ ചായക്കടയിൽ ഒന്ന് പോയി വരാൻ സമയം കിട്ടിയെങ്കിലായി. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പോയിരുന്ന് പഠിക്കും മോനെ, പോയിരുന്ന് പടി. എഴുതാനും വായിക്കാനുമില്ലേ? എൻ്റെ ശൗര്യക്കുട്ടി പഠിച്ച് മിടുക്കനായെങ്കിലേ ഈ അമ്മയുടെ കഷ്ടപ്പാട് തീരൂ. ഡെന്നിച്ചിനെയും ജാനറ്റിനെയും അമ്മ ഇത്രയധികം നിർബന്ധിക്കാറില്ല. ജാനറ്റ് പുസ്തകപ്പുഴുവാണ്. എന്ത് കീറക്കടലാസ് കയ്യിൽ കിട്ടിയാലും വായിക്കും. പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും അവൾ പുസ്തകം കയ്യിൽ കിട്ടുമ്പോഴേ വായിച്ചു വെച്ചിരിക്കും. ഡെന്നിച്ചിനെ പക്ഷേ കുറച്ച് നിർബന്ധിക്കണം. തൻ്റെ കാര്യം വരുമ്പോൾ അമ്മയുടെ ഈ പക്ഷഭേദം എന്താണെന്ന് ശൗര്യക്കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. സ്കൂളിൽ വിടുന്നത് തന്നെ വലിയ ശിക്ഷയാണ്. പുസ്തകത്തിലെ പാട്ടും കഥയും പഠിക്കേണ്ടി വരുന്നത് അതിനേക്കാൾ വലിയ ശിക്ഷ. അതും പോരാഞ്ഞിട്ടാണ് ഹോംവർക്ക്. അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് ശൗര്യക്കുട്ടിക്ക് മാത്രമേ അറിയൂ. അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ചില അക്ഷരങ്ങൾ കക്ക പോലെയാണെങ്കിൽ വേറെ ചിലത് ചെമ്മീൻ പോലെയാണ്. കൊഞ്ചിൻ്റെ ആകൃതിയിലുള്ള അക്ഷരങ്ങളും ഉണ്ട്. ഒരക്ഷരത്തിന് ഞണ്ടിൻ്റെ ആകൃതിയാണുള്ളത്. ശംഖ് പോലെ ഇരിക്കുന്ന അക്ഷരവും ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന കാര്യത്തിൽ ശൗര്യക്കുട്ടിക്ക് സംശയമേ ഇല്ല. അക്കങ്ങളുടെ കാര്യം അതിനേക്കാൾ കഷ്ടം. 1 മുതൽ 9 വരെയും പിന്നൊരു 0. എങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ശൗര്യക്കുട്ടിയുടെ മുമ്പിലേക്ക് പെരുക്കപ്പട്ടിക വരുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ശൗര്യക്കുട്ടിക്ക് മനസ്സിലാകുന്നേയില്ല. വലിയ ആളുകളൊന്നും സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നില്ല. അവർക്കാണ് ഏറ്റവും സുഖം. അവരെ വഴക്കു പറയാനോ നിയന്ത്രിക്കാനോ ആരുമില്ല. എപ്പോൾ എവിടെ വേണമെങ്കിലും പോകാം, ഉറക്കെ ചിരിക്കാം, കളിക്കാം, സംസാരിക്കാം, ഏത് വീട്ടിലും കയറി ചെല്ലാം, ചീട്ട് കളിക്കാം, കള്ള് കുടിക്കാം, കടലിലും പോകാം. അവരെക്കാൾ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് പക്ഷികളെ മാത്രമേ ശൗര്യക്കുട്ടി കണ്ടിട്ടുള്ളൂ. പക്ഷികൾക്ക് പക്ഷേ ഒരല്പം പേടിച്ചേ പറ്റൂ. ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ നോക്കണം. മുതിർന്ന മനുഷ്യർക്ക് അതും വേണ്ട. എത്രയും പെട്ടെന്ന് വലുതായി കിട്ടിയാൽ മതിയായിരുന്നുവെന്ന് ശൗര്യക്കുട്ടി എപ്പോഴും ആഗ്രഹിച്ചു. അവൻ ഒറ്റയ്ക്കാകുമ്പോൾ കയ്യിലെ മസിൽ പെരുപ്പിച്ച് നോക്കാറുണ്ട്. പോരാ, ഒരു തവളക്കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ അവൻ്റെ കയ്യിലെ മസിൽ. മീൻ കോരുന്ന ആൻ്റപ്പൻ ചേട്ടൻ്റെ മസിലൊന്ന് കാണേണ്ടത് തന്നെയാണ്. മീൻകൂട്ട പിടിച്ചു പൊക്കുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ്റെ കൈമുട്ടിനും തോളിനും ഇടയിൽ ഉരുണ്ട് കൊഴുത്ത ഒരു പൂച്ചക്കുട്ടി ഓടിക്കളിക്കും. ആൻ്റപ്പൻ ചേട്ടൻ്റെ വയറും നെഞ്ചുമൊക്കെ പരന്നിട്ടാണ് അവിടെ വലിയ തെരണ്ടി മീൻ വരഞ്ഞു വരഞ്ഞ് വെച്ച പോലെ പലയടുക്കും മസിലുകളുണ്ട്. ആൻ്റപ്പൻ ചേട്ടൻ പണിയെടുക്കുമ്പോൾ ആ മസിലുകൾ വെറുതെ ഇരിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കും. താൻ എന്താണ് ആൻ്റപ്പൻ ചേട്ടൻ്റെ അത്രയും വളരുന്നതെന്ന് ശൗര്യക്കുട്ടിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ കുഞ്ഞു ശരീരം ഏതെങ്കിലും ഒരു കാലത്ത് അത്രത്തോളം എത്തുമോ? ക്ലാസ്സിൽ തൻ്റെ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്ന ഐസക്കുമായി ശൗര്യക്കുട്ടി ഈ സംശയം പങ്കുവച്ചു. പെട്ടെന്ന് വലുതാകാൻ എന്താണൊരു വഴി? നല്ലപോലെ തിന്നണം, ഐസക് പറഞ്ഞു കൊടുത്തു. എന്നും ഇറച്ചിയും മീനും ചോറും തിന്നണം. എന്നും ഇറച്ചിയും മീനും തിന്നാനോ? ആര് തരും? കടലിൽ പണിയുള്ള ദിവസങ്ങളിൽ കടപ്പുറത്ത് ആള് കൂടും. അമ്മയുടെ ചായക്കടയിലും ആള് കയറും. അങ്ങനെയാണ് അരി മേടിക്കുന്നത് തന്നെ. മീൻ മിക്കപ്പോഴും കഴിക്കാറുണ്ട്. അത് കറി വെച്ചിട്ടാണ് കഴിക്കുക. ഐസക് പറയുന്നത് മീൻ ചുട്ടു തിന്നണമെന്നാണ്. ഉപ്പും മുളകും പുരട്ടി ഇലയിൽ ചുരുട്ടി കനലിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുള്ളു ഊരി കളയണം. മത്തിയും അയിലയും അങ്ങനെ ദിവസവും 10 20 വീതം തിന്നണം. അതുകൂടാതെ ഇറച്ചി. പെട്ടെന്ന് തടി വയ്ക്കും, പൊക്കം വയ്ക്കും, മമ്മൂട്ടിയെ പോലെയാകും. ഇതെല്ലാം ഐസക് പറഞ്ഞു കൊടുക്കുന്നതാണ്. 20 മത്തിയും അയിലയും കൂടാതെ ഇറച്ചിയും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? 20 മത്തിയുണ്ടെങ്കിൽ വീട്ടിലത് 2 ദിവസത്തെ കറിയാണ്. എന്നിട്ടും ശൗര്യക്കുട്ടി എമിലിയോട് പറഞ്ഞു, എനിക്ക് മത്തി ചുട്ട് തിന്നണം, 10 എണ്ണം വേണം, ഇറച്ചിയും വേണം. എമിലി വിസ്മയം പൂണ്ടു. ഇവൻ എവിടെ നിന്ന് കിട്ടി ബോധോദയം? എന്തിനാണ് ശൗര്യക്കുട്ടി? വലുതാകാനാ. ആൻ്റപ്പൻ ചേട്ടൻ്റെ അത്രയും. ഓ, അതിനാണോ? എടാ മോനെ, കുറേ മത്തിയും ഇറച്ചിയും തിന്നാൽ പെട്ടെന്ന് വലുതാകുന്ന നിന്നോടാരാ പറഞ്ഞേ? ഐസക്ക്, നിൻ്റെ കൂട്ടുകാരനാ ക്ലാസ്സിൽ. എന്നാൽ നീ പോയി അവനോട് പറ അങ്ങനെ തിന്ന് പെട്ടെന്ന് വലുതാവാൻ. എടാ മോനെ, അങ്ങനെ പെട്ടെന്ന് വലുതാവത്തില്ല ആരും. കുറേ വർഷങ്ങൾ വേണം. അമ്മ വാങ്ങിച്ചതാ, നോക്കാം.
ഒടുവിൽ എമിലി അടുത്ത ഞായറാഴ്ച 1 കിലോ മാട്ടിറച്ചി വാങ്ങി കറി വെച്ചു. 6 അംഗങ്ങളുള്ള വീട്ടിൽ 2 നേരത്തേക്കായി വീതം വെച്ച് വന്നപ്പോൾ ശൗര്യക്കുട്ടിക്ക് ഏതാനും ചെറു കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. "ഇത്രയുള്ളോ അമ്മ?" ശൗര്യക്കുട്ടി അമ്പരപ്പെ ചോദിച്ചു. "അത്രയുള്ളൂ. എല്ലാവർക്കും വിളമ്പണ്ടേ? ഡെന്നിച്ചന്, ജാനറ്റിന്, വിൻസിക്ക്, അമ്മച്ചിക്ക്, എനിക്ക്." "അതെന്തിനാ എല്ലാവർക്കും കൊടുത്തേ? ഞാനല്ലേ ചോദിച്ചേ. എനിക്കല്ലേ വലുതാവണ്ടേ? അവരാരും ചോദിച്ചില്ലല്ലോ. അവർക്ക് വലുതാവണ്ടല്ലോ." "എടാ ശൗര്യേ, നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പം അതെല്ലാവരോടെ പങ്കുവെച്ച് കഴിക്കണം. അങ്ങനെയാ വേണ്ടത്. ഇങ്ങനാണെങ്കിൽ ഞാൻ വലുതാവുന്നില്ല." ശൗര്യക്കുട്ടി പരിഭവിച്ചു. 2-ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ശൗര്യക്കുട്ടിയുടെ പല്ലുകളെല്ലാം തന്നെ കൊഴിഞ്ഞു തീരുകയും പകരം പല്ല് മുളയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് അവധിക്കാലം വന്നപ്പോൾ ശൗര്യക്കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. തെങ്ങും പറമ്പും തോട്ടുകരകളും തന്നെ കാത്തു കിടക്കുകയായിരുന്നെന്ന് അവന് തോന്നി. 2 കാര്യങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തി. തോടിനു മീതെ കൂടി വളർന്ന് മറുകരയിലേക്ക് ചാഞ്ഞു പോയിരുന്ന ഒരു മരം അവൻ്റെ മുമ്പിൽ കീഴടങ്ങി. മുൻപ് പലതവണ ആ മരത്തിൽ കയറി പാലം പോലെ മറുകരയ്ക്ക് നീണ്ടുപോയ താഴ്ത്തടിയിൽ കൂടി കടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭയവും മെയ്വഴക്കമില്ലായ്മയും അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ കയറിയിട്ട് അവനൊരു സർക്കസ് അഭ്യാസിയെപ്പോലെ മരം ചാഞ്ഞ ഭാഗത്തുകൂടി ബാലൻസ് പിടിച്ച് നടന്നു. 25 അടി താഴ്ചയിലെ കയം അവനെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. വൃക്ഷത്തിൻ്റെ കൊമ്പിനോട് ഉരുമ്മി മറുകര നിന്ന മറ്റൊരു വൃക്ഷശിഖരത്തിൽ തൂങ്ങിപ്പിടിച്ച് അവൻ അക്കരെ ഇറങ്ങി. പാലമില്ലാതെ വെള്ളത്തിൽ തൊടാതെ മറുകര എത്തിയ ആദ്യത്തെ മനുഷ്യൻ താനാണെന്ന് അവൻ അഭിമാനിച്ചു. തോട്ടിൽ ഒരിടത്ത് നീന്തി മറുകര എത്താൻ വേണ്ടി മുൻപ് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കടവ് ഇത്തവണ അവൻ എളുപ്പത്തിൽ നീന്തിക്കടന്നത് മറ്റൊരു വിജയം. തോട്ടിൽ ചൂണ്ടയിടേണ്ട താമസം. മീനുകൾ പാഞ്ഞെത്തി ശൗര്യക്കുട്ടിയുടെ ചൂണ്ടയിൽ എനിക്ക് ആദ്യം കൊത്തണം എന്ന മട്ടിൽ മത്സരിച്ചു. തൻ്റെ ചൂണ്ടയിൽ കൊത്തി കുരുങ്ങി വന്ന ഒരു വലിയ മീനിനെ ചൂണ്ടയിൽ നിന്ന് ഊരിയെടുക്കുന്നതിനിടയിൽ അവൻ മീനിനോട് കുശലവും പറഞ്ഞു. "എത്ര നാളായല്ലേ നമ്മൾ കണ്ടിട്ട്?" കടപ്പുറവും അവൻ ജയിലിൽ നിന്ന് തുറന്നുവിട്ട ജയിൽ പുള്ളിയെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ യഥേഷ്ടം വിഹരിച്ചു. പല വള്ളങ്ങളോടും വള്ളക്കാരോടും ക്ഷേമാന്വേഷണം നടത്തി. അവർക്കൊപ്പം തിരയിൽ ഇറങ്ങി നിന്ന് കടലിനോട് തൻ്റെ ആഗമനം അറിയിച്ചു. "ഞാൻ വന്നട്ടോ." മീൻകാരി പെണ്ണുങ്ങൾ മീൻ വിൽക്കുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അവരുടെ അടുത്ത് നിന്നു. മീൻ വാങ്ങാൻ വന്ന ചിലരെ അവൻ വിളിച്ചുകൊണ്ടുപോയി. മീൻകാരി പെണ്ണുങ്ങൾക്ക് മുട്ടിച്ചു കൊടുത്തു. മീൻകാരികൾ അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തു. ചായയും വടയും വാങ്ങിപ്പിച്ചു കഴിച്ചു. ജെറമിച്ചായൻ്റെ അടുത്തും അവൻ പോയി. വള്ളത്തിൻ്റെ തണലിലിരുന്ന് പതിവ് പോലെ വലമാടുകയായിരുന്നു ജെറമിച്ചായൻ. "നീ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങി പിന്നെ കാണാനേ ഇല്ലല്ലോ." ജെറമിച്ചായൻ പറഞ്ഞു. "ഞായറാഴ്ച ഞാൻ വന്നിരുന്നല്ലോ." "അതൊക്കെ എന്നാ വരവാടാ ശൗര്യേ." ജെറമിച്ചായൻ അവനെ കണ്ടതിൻ്റെ സന്തോഷം മറച്ചുവെക്കാതെ പറഞ്ഞു. "നിന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതല്ലേ." പിന്നീട് എല്ലാ ദിവസവും അവൻ ജെറമിച്ചായനെ കാണാൻ വന്നു. അവധിക്കാലം എന്നാൽ എന്താണെന്ന് ശൗര്യക്കുട്ടി ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അവധിക്കാലത്ത് ജെറമിച്ചായൻ്റെ ശുപാർശയിൽ ഒരു തവണ കൂടി വള്ളത്തിൽ കയറി മീൻപിടുത്തക്കാരോടൊപ്പം കടലിൽ പോകണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജെറമിച്ചായൻ അത് നിരസിച്ചു. "ഇനി നീ അതിനുള്ള പ്രായമായിട്ട് കടലിൽ പോയാൽ മതി." ജെറമിച്ചായനിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചില അത്ഭുത കഥകളെങ്കിലും കേൾക്കാൻ കഴിയുമെന്ന് അവൻ പ്രത്യാശിച്ചു. എന്നാൽ ജെറമിച്ചായൻ മീൻ വലകൾ കേടുപോക്കുന്ന ജോലിക്കിടയിൽ കേവലം സാധാരണമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അവധിക്കാലം വേഗം അവസാനിച്ചു. സ്കൂൾ തുറന്നപ്പോൾ ശൗര്യക്കുട്ടി പലവിധ കാരണങ്ങൾ പറഞ്ഞ് സ്കൂളിൽ പോക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ എമിലിയുടെ മുൻപിൽ അതൊന്നും വിലപ്പോയില്ല. വീണ്ടും പുസ്തകസഞ്ചിയും തൂക്കി കുടയും പിടിച്ച് സ്കൂളിലേക്ക്. 2-ാം ക്ലാസ്സിലും ഐസക് കൂടെ തന്നെയുണ്ട് എന്നതു മാത്രമായിരുന്നു ശൗര്യക്കുട്ടിക്ക് ഒരാശ്വാസം. പുതിയ പാഠപുസ്തകങ്ങൾ കണ്ട് ശൗര്യക്കുട്ടി ഞെട്ടി. അതേപ്പറ്റി അവൻ ചിന്തിച്ചിരുന്നു പോലുമില്ല. ഇതുവരെ പഠിക്കാത്ത സംഗതികളാണ് പുതിയ പുസ്തകത്തിലുള്ളത് എന്ന അറിവ് അവൻ്റെ മനസ്സിടിച്ചു കളഞ്ഞു. "ഇത് മുഴുവൻ പഠിക്കണോ?" അവൻ ഐസക്കിനോട് അമ്പരപ്പോടെ ചോദിച്ചു. "പിന്നെ വേണം. അതിനല്ലേ നമ്മളെ 2-ാം ക്ലാസ്സിൽ ഇരുത്തിയേ." "അപ്പോൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതോ?" "അതെ, എന്തിനായിരുന്നു? ചുമ്മാതെയാ?" "അത് കഴിഞ്ഞ കൊല്ലം. അത് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത് വേറെ." "പിന്നെന്തിനാ അത് പഠിച്ചേ?" ഇത് പഠിച്ചാൽ പോരായിരുന്നോ?" ശൗര്യക്കുട്ടിക്ക് അതിൻ്റെ യുക്തി എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്ന് അവന് തോന്നി. എവിടെയോ കുഴപ്പമുണ്ട്. അതേപ്പറ്റി ആരും ആലോചിക്കുന്നേയില്ല.
ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ ശൗര്യക്കുട്ടി കടലിൻ്റെ ആഴങ്ങളെപ്പറ്റിയും അതിൽ സഞ്ചരിക്കുന്ന വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള മീനുകളെപ്പറ്റിയും സങ്കല്പിച്ചു. അവൻ്റെ മനോരാജ്യത്തിൽ സമുദ്രം അനന്തവിസ്തൃതമായി കിടന്നു. മൂന്നും മൂന്നും ചേർന്ന എത്രയാ? ശൗര്യയുടെ അടുത്തിരുന്ന ഐസക്കിനോട് ടീച്ചർ ചോദിച്ചു. 6. ഐസക് മറുപടി പറഞ്ഞു. 3ഉം 4 എത്രയാ? ശൗര്യ പറ. ദിവാസ്വപ്നത്തിലായിരുന്ന ശൗര്യയോടാണ് ചോദ്യം. ശൗര്യ ഞെട്ടി എഴുന്നേറ്റു. ഐസക് 6 എന്ന് പറഞ്ഞു. ഉത്തരം അവൻ്റെ ചെവിക്കുള്ളിലെ ദൃശ്യപാതയിലൂടെ അകലത്തേക്ക് പോവുകയായിരുന്നു. അത് തിരിച്ചു പിടിച്ചിട്ട് അവൻ പറഞ്ഞു. 6. 3ഉം 4ഉം 6 ആണോടാ? ടീച്ചർ ഗർജിച്ചു. തോട്. ശൗര്യക്കുട്ടി പെട്ടെന്ന് തിരുത്തി. ഇപ്പോൾ ടീച്ചർ ഞെട്ടിയെന്ന് അവന് തോന്നി. അവൻ ഒന്നും കൂടി തിരുത്തി. അല്ല, പുഴ. പിന്നെ ശൗര്യക്കുട്ടി കേട്ടത് കൂട്ടച്ചിരിയായിരുന്നു. ടീച്ചറാണ് അതിന് തുടക്കമിട്ടത്. കുട്ടികളും ആർത്തു ചിരിച്ചു. നിങ്ങളെല്ലാവരും കേട്ടോ? 3ഉം 4ഉം കൂട്ടിയാ എത്രയാ? തോടല്ലെങ്കിൽ പുഴ. ശൗര്യക്കുട്ടി തല കുമ്പിട്ട് നിന്നു. പിന്നീട് ദിവസങ്ങളോളം ശൗര്യക്കുട്ടിയുടെ സഹപാഠികൾ ഇത് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ക്ലാസ്സിലെ പെൺകുട്ടികൾ ശൗര്യക്കുട്ടിയെ കാണുമ്പോഴേ ചിരി തുടങ്ങും. ടീച്ചർ ശൗര്യക്കുട്ടിയെ കൊണ്ട് ബോർഡിൽ എഴുതിക്കും. ചോക്ക് കഷ്ണം ശൗര്യക്കുട്ടി പിടിക്കുന്നത് കാണാൻ തന്നെ കൗതുകമാണ്. പല അക്ഷരങ്ങളും അവൻ എഴുതിയിരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തു നിന്ന് പുറകോട്ടാണ്. റ, ന, പ, വ, സ, ഗ, ഡ തുടങ്ങിയ അക്ഷരങ്ങളും 3, 5, 7 എന്നീ അക്ഷരങ്ങളും അവൻ പുറകോട്ടാണ് എഴുതിയത്. 2 പൂജ്യങ്ങളെ ഒട്ടിച്ച് വെക്കുന്നതായിരുന്നു 8 എന്ന അക്കം. ഭക്ഷണം കഴിക്കുന്നതും ചൂണ്ടിയിടുന്നതും ഉൾപ്പെടെ വലിയ ബലം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വലം കൈ കൊണ്ടാണ് ചെയ്തിരുന്നതെങ്കിലും എഴുതാനും കല്ലെറിയാനും അവൻ ഇടം കൈയാണ് ഉപയോഗിച്ചത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എമിലിയും ക്ലാസ് ടീച്ചറും സഹപാഠികളും ആവുന്നത്ര പരിശ്രമിച്ചെങ്കിലും അത് ഫലിച്ചില്ല. പഠിപ്പിൻ്റെ കാര്യത്തിൽ ശൗര്യക്കുട്ടി ഒരു മണ്ടൻ വിദ്യാർത്ഥിയാണെന്ന് PTA മീറ്റിങ്ങിന് വന്ന എമിലിയോട് ക്ലാസ് ടീച്ചർ സുമതി തുറന്നു പറഞ്ഞു. എമിലിക്കത് വലിയ വിഷമമായി. അന്ന് വൈകുന്നേരം എമിലി ശൗര്യയെ അടുത്ത് വിളിച്ചിരുത്തി കുറേ ഉപദേശിച്ചു. എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കണേ, അതിനല്ലേ അമ്മ കഷ്ടപ്പെടുന്നേ. ടീച്ചർമാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അറിയാത്ത സംശയങ്ങളെ ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ വന്നിരുന്ന് അന്നന്ന് പഠിപ്പിച്ചതെല്ലാം ഒന്നുകൂടെ വായിച്ചു പഠിക്കണം. ഹോംവർക്ക് തെറ്റാതെ ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജാനറ്റിനോടോ ഡെന്നിച്ചിനോടോ ചോദിക്കണം. എന്തിനാ അമ്മ ഇങ്ങനെ പഠിക്കണേ? ശൗര്യക്കുട്ടി ചോദിച്ചു. എന്തിനാണെന്ന് എൻ്റെ മോൻ അറിയില്ലേ? പഠിച്ചെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. അമ്മയ്ക്ക് എൻ്റെ മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ജാനറ്റും ഡെന്നിച്ചനും വലുതാവുമ്പോൾ കല്യാണം കഴിച്ചു പോകും. പിന്നെ അമ്മേനെ നോക്കാൻ എൻ്റെ ശൗര്യക്കുട്ടിയല്ലേ ഉള്ളൂ. എൻ്റെ മോൻ പഠിച്ച് ഒരു ഡോക്ടർ ആവണം. ഡോക്ടർ ആയാൽ ആശുപത്രി ജോലി കിട്ടും, കൈ നിറയെ കാശും കിട്ടും. ആ പൈസയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. കുറേ പൈസ കിട്ടുമ്പം നമ്മളൊരു നല്ല വീട് പണിയുമെന്ന് പറയാനാണ് എമിലി ഉദ്ദേശിച്ചത്. വലിയ വള്ളം മേടിക്കും, എന്നിട്ട് കടലിൽ പോവും. വള്ളം നിറച്ച് മീൻ പിടിച്ചുകൊണ്ട് വരും. ശൗര്യക്കുട്ടി പൂരിപ്പിച്ചു. അവൻ മുമ്പും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോനെ, അതൊന്നും ഉറപ്പുള്ള ജോലിയല്ല. ഈ കടല് ചാവു കടല, അതിനെ വിശ്വസിക്കാൻ കൊള്ളൂല. എൻ്റെ മോൻ കടലിൽ പോകാൻ വേണ്ടിയല്ലല്ലോ അമ്മ ഇത്രയും കഷ്ടപ്പെടണേ. നല്ല പോലെ പഠിക്കാൻ വേണ്ടിയല്ലേ. പഠിച്ച് രക്ഷപ്പെടണം. ഡോക്ടർ ആയാലും കടലിൽ പോവാലോ. ഡോക്ടർ ആകുന്നതിൽ ശൗര്യയ്ക്ക് വിരോധമില്ല. അമ്മയുടെ ആഗ്രഹമല്ലേ, നിറവേറ്റി കൊടുത്തേക്കാം. പക്ഷേ കടലിൽ പോകാൻ പാടില്ലെന്ന് പറയരുത്. കടലിനോടുള്ള അവൻ്റെ തീവ്രമായ അടുപ്പം കാലക്രമേണ കുറഞ്ഞു വരുമെന്ന് എമിലി ആശ്വസിക്കാൻ ശ്രമിച്ചു. ഞായർ. കുഞ്ഞിനെയും വിൻസിയും ഡെന്നിച്ചനും ജാനറ്റും പള്ളിയിൽ പോയിരിക്കുകയാണ്. ഞായറാഴ്ച കടലിൽ പണിയില്ലാത്തതിനാൽ പൊതുവെ കടപ്പുറത്ത് ആള് കുറവാണ്. എന്നാൽ ഇന്ന് മറ്റ് ചില കടപ്പുറങ്ങളിൽ വള്ളം അടുക്കാത്തതിനാൽ ചെല്ലിക്കടപ്പുറത്തേക്ക് ചില വള്ളങ്ങൾ മീനുമായി വന്നിട്ടുണ്ട്. എന്തെങ്കിലും കച്ചവടം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് രാവിലെ മുതൽ ചായക്കട തുറന്നു വച്ചിരിക്കുകയാണ് എമിലി. അവൾ ശൗര്യയെയും കൂട്ടി വൈകുന്നേരം 4 മണിക്ക് പള്ളിയിൽ പോകുന്നുള്ളൂ. ശൗരി രാവിലെ കടപ്പുറത്തെല്ലാം ഒന്ന് ചുറ്റിയടിച്ചിട്ട് സ്ഥലം വിട്ടു. കുറേ നേരമായിട്ടും അവനെ കാണാഞ്ഞ് എമിലി വീട്ടിലേക്ക് ചെന്നു. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ചുറ്റും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന പായൽ മൂടിയ കുളത്തിനരികെ ഒരു ചലനം കണ്ട് എമിലി ശ്രദ്ധിച്ചു. ആരോ അവിടെയുണ്ടെന്ന് മനസ്സിലായി. എമിലി ഒച്ചയുണ്ടാക്കാതെ മെല്ലെ നടന്നു ചെന്നു. എമിലിയുടെ തലവെട്ടം കണ്ടതും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടിയിലിരുന്ന ശൗരി ഇടതുകൈ പെട്ടെന്ന് പുറകോട്ട് മാറ്റി പെട്ടെന്ന് വായടയ്ക്കുകയും ചെയ്തു. എന്താ ശൗര്യക്കുട്ടി ഇവിടെ? എമിലി ചോദിച്ചു. ഒന്നുമില്ലെന്ന് ശൗരി കണ്ണടച്ച് കാണിച്ചു.
നീ എന്നാ ചെയ്യുവാ? അതിന് അവൻ ചുമൽ കൂച്ചി. ഏയ് ഒന്നുമില്ല. എമിലി ഒരു പടി താഴേക്കിറങ്ങിയപ്പോൾ ശൗരി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എമിലിക്ക് സംശയമായി. നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ലെന്ന് വീണ്ടും കണ്ണടച്ച് കാട്ടുന്നു. നിന്റെ കൈ രണ്ട് നീട്ടിക്കേ നോക്കട്ടെ. പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ സാധനം കുളത്തിൻ്റെ വക്കിലേക്ക് പൊഴിഞ്ഞു വീണു. എമിലി അല്പം കുനിഞ്ഞു നോക്കി. തീപ്പെട്ടി. ആഹാ, ഇവിടെ വന്നിരുന്നോണ്ട് തീപ്പെട്ടി കൊണ്ട് കളിക്കുക? ഒരു തവണ തീയിട്ട് നാട് കത്തിച്ചത് പോരാ? ശൗര്യക്കുട്ടി മിണ്ടാതെ നിൽക്കുകയാണ്. നീ എന്നാ ഒന്നും മിണ്ടാത്തെ? ശൗര്യക്കുട്ടി വീണ്ടും കണ്ണടച്ചു കാട്ടി. നിന്റെ വായൊന്ന് തുറന്നേ. ഇല്ല, അവൻ വായ തുറക്കില്ല. എമിലി ചെന്ന് ബലം പ്രയോഗിച്ച് അവൻ്റെ കവിളമർത്തി. വായിൽ നിന്ന് ഒരു കട്ടപ്പുക എമിലിയുടെ മുഖത്തേക്ക് വന്നു. എമിലി അന്തം വിട്ടു. ബീഡിയുടെ മണം. പുക മാറിയപ്പോൾ വായിൽ നാക്കിനടിയിൽ ഒരു ബീഡിക്കുറ്റിയും അതിൻ്റെ കനൽ കരിഞ്ഞണഞ്ഞ് നാക്കുപൊള്ളിയ പാടും. ജെറമിച്ചായൻ ശൗര്യക്കുട്ടിയുടെ താടി പിടിച്ച് അല്പം പൊന്തിച്ചു നോക്കി. നല്ല പോലെ നാക്ക് നീട്ടിക്കേടാ. ശൗര്യക്കുട്ടി തനിക്കാവും വിധം നാക്ക് നീട്ടി. ആ, കണ്ടു നല്ല പോലെ പൊള്ളിയല്ലേ. ഒന്നും തിന്നാൻ മേല, നീറും. ശൗര്യക്കുട്ടി പറഞ്ഞു. അമ്മയെ കണ്ടപ്പോൾ നിനക്ക് ബീഡിക്കുറ്റി തുപ്പിക്കളയാൻ മേലായിരുന്നോ? ജെറമിച്ചായൻ ചോദിച്ചു. തുപ്പിയാ പുക വരും വായിന്ന്, അമ്മ കാണും. ശൗരി തനിക്ക് പറ്റിയ അമളി വെളിപ്പെടുത്തി. പിന്നെ ഒറ്റ വഴിയേ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. ബീഡിക്കുറ്റി വായിലാക്കുക. അങ്ങനെ തന്നെ ചെയ്തു. നാക്കു പൊള്ളിയപ്പോൾ നീ കരഞ്ഞില്ലേടാ? കരഞ്ഞ അമ്മ ചോദിക്കൂലേ എന്തിനാടാ ശൗര്യക്കുട്ടി കരയണേന്ന്? അതുകൊണ്ട് നീ പൊള്ളൽ സഹിച്ച്. വായിന്ന് ഷീന്ന് ഒരൊച്ച കേട്ടു. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയോ? ചെവിയെ പിടിച്ച് കുറേ തിരുമി. ഇത്തിരിയേ ഉള്ളല്ലോടാ നീ. നിന്റെ കയ്യിലിരിക്കണ കുരുത്തക്കേട് കുറച്ചൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ്. അത് പിന്നെ ശരിയല്ലേ. നിനക്ക് എത്രയാ? 7 വയസ്സല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ബീഡി വലി. നിനക്ക് കൊള്ളാവുന്ന പണിയാണോടാ അത്? ചുമ്മാ നോക്കിയതാ ഞാൻ വലിച്ചാ പുക വരുമോന്ന്. നിന്റെ കണ്ണും കൂടി പുക വന്നില്ലേ? ഇനി നീ വലിക്കുവോ? ഇല്ല. എന്താ വലിക്കാത്തെ? കയ്പാ. ബീഡിക്കാ? ആ, അത് നീ കൊച്ചായതുകൊണ്ടാ. വലുതായി കഴിയുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും. കടലിലൊക്കെ പണിക്ക് പോകുമ്പോൾ മഴ പെയ്യും. നനഞ്ഞ് തണുത്ത് കാറ്റടിച്ച് വിറച്ച് വള്ളത്തേലിരിക്കുമ്പോൾ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഒരു ബീഡി എടുത്ത് ചുണ്ടത്തോട്ട് വെച്ച് കൊടുത്തി 4 പുകയെടുത്താലുണ്ടല്ലോ, എന്നാ സുഖമാണെന്ന് നിനക്കറിയോടാ ശൗര്യേ. നമ്മുടെ ആത്മാവിന് വരെ അതിൻ്റെ ചൂട് തട്ടും. എനിക്ക് വേണ്ട. അമ്മ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ച് ബീഡി തൊട്ടു പോകരുതെന്ന്. നിനക്ക് പ്രായമാകട്ടെ. നമുക്ക് നിന്റെ അമ്മയെക്കൊണ്ട് തന്നെ അഴിപ്പിക്കാം. അഴിപ്പിക്കുക? എന്നാത്? നീ ചെയ്ത സത്യം നിന്റെ അമ്മ അഴിച്ചു തരും. എൻ്റെ ശൗര്യക്കുട്ടി എൻ്റെ കയ്യെ തൊട്ട് ചെയ്ത സത്യം ഞാനിത് അഴിച്ചിരിക്കുന്നു കർത്താവേ എന്ന് 3 തവണ പറഞ്ഞാൽ മതി. ശൗര്യക്കുട്ടിക്ക് ഇത് പുതിയ അറിവായിരുന്നു. സത്യം ഇടാൻ മാത്രമല്ല അഴിക്കാനും പറ്റും. പക്ഷേ കയ്പുള്ള ബീഡി വലിക്കാൻ വേണ്ടി അമ്മ ആ സത്യം അഴിച്ചു തരണമെന്നില്ല എന്ന് ശൗര്യക്കുട്ടിക്ക് തോന്നി. എന്തെങ്കിലും നല്ല മധുരമുള്ള സംഗതിക്ക് വേണ്ടിയാണെങ്കിൽ തെറ്റില്ല. പൊട്ടിയ വലക്കണികൾ തിരഞ്ഞു പിടിച്ച് തുന്നിക്കൂട്ടുന്നതിനിടയിൽ ജെറമിച്ചായൻ ഒരു മൂളിപ്പാട്ടൊക്കെ മൂളുന്നുണ്ടായിരുന്നു. അയാൾ നല്ല സന്തോഷത്തിലാണെന്ന് ശൗര്യക്കുട്ടിക്ക് മനസ്സിലായി. ജെറമിച്ചായൻ ഇനി എന്നാ കടലിൽ പോണേ? ശൗരി ചോദിച്ചു. ഓ, ഇനി ഞാൻ പോവൂല്ലട ശൗരിയെ. അതിനുള്ള പ്രായമെല്ലാം കഴിഞ്ഞു. വല നീട്ടാനും വലിക്കാനും ഒന്നും എന്നെക്കൊണ്ട് വയ്യ. ഒരീസം കൂടെ പോവാം, ഞാനും വരാം. നീ ഇനി കടലിപ്പനിക്ക് പോകാനുള്ള പ്രായമായിട്ട് പോയാൽ മതി. ഒന്നുകൂടെ കൊണ്ടുപോകാവോ? അവൻ കെഞ്ചി. നോക്കട്ടെടാ. ശൗരി വള്ളത്തണലിലിരുന്ന് ജെറമിച്ചായനുമായി കടൽ കഥകൾ പങ്കുവച്ചു. കടലിലെ മീനുകളെപ്പറ്റി ജെറമിച്ചായൻ അവന് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. വലിയ മീൻപിടുത്ത കപ്പലുകൾ കടലിലുണ്ടെന്ന് ജെറമിച്ചായൻ അവനോട് പറഞ്ഞു. തിമിംഗലങ്ങളെ പിടിക്കുന്ന കപ്പലുകൾ ഉണ്ട്. പുറംകടലിലെ മീനുകൾ വളരെ വലുതാണെന്നും അത്തരത്തിലൊരു പടുകൂറ്റൻ മീനിന് 1 ലക്ഷം രൂപ വിലയുണ്ടെന്നും ജെറമിച്ചായൻ പറഞ്ഞു. ഒരു മീൻ വാർക്ക വീടിൻ്റെ മുകളിൽ വന്ന് വീണ വീട് തകർന്നു പോകും. ശൗര്യക്കുട്ടി അത്ഭുതത്തോടെ താടിക്ക് കൈ ഊന്നിയിരുന്ന് അതെല്ലാം കേട്ടു. മത്സ്യകന്യകമാരെക്കുറിച്ചും കടലിനടിയിലെ മാണിക്യ കൊട്ടാരത്തെപ്പറ്റിയും ജെറമിച്ചായൻ അവനോട് പറഞ്ഞു. 41 രാവും 41 പകലും സഞ്ചരിച്ച് കഴിയുമ്പോൾ ആ കടലിലെത്തും. ദൂരെ നിന്നേ കാണാം കടലിനടിയിൽ നിന്ന് പൊന്തുന്ന വെളിച്ചം. ആ പ്രദേശമാകെ കടൽ സ്വർണം ഉരുക്കി ഒഴിച്ച പോലെ തിളങ്ങും. ലോകത്തെത്താ ദൂരത്തോളം വിസ്തൃതമായിരിക്കും ആ സ്വർണ്ണ സമുദ്രം. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ മത്സ്യകന്യകമാർ നീന്തി വന്ന് തോണി തുഴഞ്ഞു ചെല്ലുന്ന ചൂണ്ടക്കാരനെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടു പോകും.
അപ്പോൾ കടൽ മെല്ലെ മെല്ലെ ഇരുവശങ്ങളിലേക്കും വകഞ്ഞു മാറും. കണ്ണഞ്ചുന്ന പ്രകാശം കടലിനടിത്തട്ടിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കും. അതിസുന്ദരികളായ മത്സ്യകന്യകമാർ തോണിക്കാരനെ ആനയിച്ചു കൊണ്ടുപോകും. ഒടുവിൽ നവരത്നങ്ങളാൽ നിർമ്മിതമായ പ്രകാശഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ട മാണിക്യക്കൊട്ടാരം ദൃശ്യമാകും. ഒരു മഹാനഗരത്തേക്കാൾ വലിപ്പമുണ്ടായിരിക്കും അതിന്. അവിടെയാണ് മത്സ്യകന്യകമാരും അവരുടെ കുഞ്ഞുങ്ങളും പുലരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ഒരു മത്സ്യകന്യക വന്ന് തോണിക്കാരനെ അവളുടെ രാജധാനിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകും. മുത്തും പവിഴവും മാണിക്യവും കൊണ്ട് അലങ്കൃതമായ രാജധാനിയിൽ അവന് ഗംഭീര സ്വീകരണം ലഭിക്കും. അവിടെ അവന് ഭൂമിയിൽ ഒരിടത്തും കിട്ടാത്ത അതീവ രുചികരമായ വിശിഷ്ട ഭോജ്യങ്ങൾ ലഭിക്കും. അത് കഴിക്കുന്നതോടെ അവൻ മരണമില്ലാത്തവനായി മാറും. ഒരു ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ മാത്രം വിലപിടിപ്പുള്ള അതിവിശിഷ്ടമായ മുത്തുകളുടെയും രത്നങ്ങളുടെയും പവിഴങ്ങളുടെയും മാണിക്യക്കല്ലുകളുടെയും അനന്തരമായ ശേഖരം അവന് സ്വന്തമാകും. സുന്ദരിയായ മത്സ്യകന്യക അവനെ വിവാഹം കഴിക്കും. അവളോടത്ത് അവൻ അനന്തകാലം സുഖമായി ജീവിക്കും. എന്നെ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റണേ? കണ്ണഞ്ചിപ്പിക്കുന്ന ആ സ്വപ്ന വിസ്മയത്തിൽ നിന്ന് പുറത്തു ചാടി ശൗര്യക്കുട്ടി ചോദിച്ചു. എന്തിനാടാ തിരിച്ചു വരണത്? അവിടെ സുഖിച്ച് ജീവിച്ചാൽ പോരായോ? എന്നാലും തിരിച്ചു വരണ്ടേ? അത് ശൗര്യക്കുട്ടിയുടെ മോഹമാണ്. തിരിച്ചു വരണം. ഒരു വള്ളം നിറയെ മുത്തും പവിഴവും രത്നങ്ങളും വാരിക്കൊണ്ടുവരണം. അമ്മയെ കാണണം. അത് മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കണം. അതിൽ നിന്ന് കുറേ വിറ്റ് വലിയ കോടീശ്വരനാകണം. ചൊല്ലിക്കടപ്പുറത്തിൻ്റെ തരകനാവണം. ശൗര്യക്കുട്ടിയോട് ചോദിച്ചിട്ട് വേണം ഓരോ വള്ളവും കടലിലിറക്കാൻ. ഓരോ മീനും കരയിലെത്തിക്കുന്നതും അതിന് വില നിശ്ചയിക്കുന്നതും ശൗര്യക്കുട്ടിയോട് ചോദിച്ചിട്ട് തന്നെ വേണം. കാരയ്ക്കൽ സൈമൺ തരകൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ വിലപിടിപ്പുള്ള കാറിൽ ചെല്ലിക്കടപ്പുറത്ത് ഇടയ്ക്കിടെ വന്നിറങ്ങണം. ഒടുക്കം കാരയ്ക്കാട്ട് സൈമൺ തരകൻ കൈകൂപ്പി ശൗര്യക്കുട്ടിയുടെ മുന്നിൽ വന്നു നിന്ന് കെഞ്ചണം. തെറ്റുപറ്റിപ്പോയി ശൗര്യക്കുട്ടി, ക്ഷമിക്കണം. ഇപ്പോൾ ശൗര്യക്കുട്ടി അവൻ്റെ അംഗരക്ഷകരെ വിളിച്ചു പറയും. ഇവനെ പിടിച്ചു കെട്ടി ചാട്ടവാറിന് 100 അടിയടിക്ക്. എന്നിട്ട് ഇവനെ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി കടക്കുന്നതുവരെ പുറകെ നായ്ക്കളെ അഴിച്ചുവിട്ട് ഓടിപ്പിക്ക്. പിന്നീട് ഒരിക്കലും ഇവൻ ഈ കാരയ്ക്കാട്ട് സൈമൺ തരകൻ ഈ ആലപ്പുഴയിലോ ചേർത്തലയിലോ സമീപ പ്രദേശങ്ങളിലോ കണ്ടുപോകരുത്. അവൻ്റെ പേര് ആരും ഉച്ചരിച്ചു പോകരുത്. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ ശൗര്യക്കുട്ടിയെ, മത്സ്യകന്യകമാരുടെ കൊട്ടാരത്തിൽ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല കേട്ടോ. ജെറമി ചൈൻ ശൗര്യക്കുട്ടിയുടെ സകലമാന സങ്കല്പ സൗന്ദര്യങ്ങളുടെയും മീതെ ഒരൊറ്റ ആണി അടിച്ചിറക്കി. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇല്ലടാ, അവർ വിടത്തില്ല. അവരെ കാണാണ്ട് ഒളിച്ചു പോരാ പറ്റൂലേ? നമുക്ക് വഴി അറിയത്തില്ലടാ. അവിടെ കിടന്ന് കറങ്ങും. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ പിന്നെ തിരിച്ചു കയറ്റത്തുമില്ല. എന്നാ എനിക്ക് അവിടെ പോവണ്ട. തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ ശൗര്യക്കുട്ടിക്ക് ആ മാണിക്യ കൊട്ടാരവും മത്സ്യകന്യകമാരത്തുള്ള ജീവിതവും ആ വില തീരാത്ത അമൂല്യ രത്നകൂമ്പാരങ്ങളും വേണ്ട തന്നെ. എന്തിനാടാ തിരിച്ചു വരണേ? മരണമില്ലാത്ത ആ ലോകത്ത് തന്നെ കഴിഞ്ഞാൽ പോരെ? പോരാ. ശൗര്യക്കുട്ടിക്ക് അമ്മയെ കാണണം. ചെല്ലിക്കടപ്പുറം സ്വന്തമാക്കണം. കാരയ്ക്കാട്ട് സൈമൺ മുതലാളിയെ കടപ്പുറത്ത് നിന്ന് ആട്ടിപ്പായിക്കണം. എന്നിട്ട് വേണമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ. എന്നാലും ശരി, മത്സ്യകന്യകമാരൊത്തുള്ള ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സുഖജീവിതം വേണ്ട. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ ആ കൊട്ടാരത്തിൽ? തിരിച്ചു വരാണ്ടേ പോയിട്ടുണ്ടോ? ശൗര്യക്കുട്ടി ചോദിച്ചു. എത്ര പേര് പോയടാ. എല്ലാ വർഷവും ചൂണ്ടയ്ക്ക് പോണ ഒരുത്തനെയെങ്കിലും ഏതെങ്കിലും കടപ്പുറത്ത് നിന്ന് കാണാണ്ട് പോകും. കടല് മുഴുവൻ അരിച്ചു പെറുക്കിയാലും കിട്ടൂല. ശവം പോലും കിട്ടൂല. എവിടെ പോണതാ? മത്സ്യകന്യകമാർ വന്ന് വശീകരിച്ചു കൊണ്ടുപോണതാ അവരുടെ മാണിക്യ കൊട്ടാരത്തിലോട്ട്. അവിടെ പോയ ആരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. എന്തിനാ അങ്ങനെ പിടിച്ചോണ്ട് പോണേ? ശൗര്യക്കുട്ടി ന്യായമായ ഒരു സംശയം ഉന്നയിച്ചു. എടാ മോനെ, അവരുടെ രാജ്യത്ത് ആണുങ്ങളില്ല, മത്സ്യകന്യകമാർ മാത്രം. അവർക്ക് കല്യാണം കഴിക്കണ്ടേ? കുഞ്ഞുങ്ങളുണ്ടാവണ്ടേ? അതിനു വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോണതാ മനുഷ്യന്മാരെ. ലോകത്തുള്ള സകലമാന കടപ്പുറങ്ങളിൽ നിന്നും ആണ്ടോടാണ്ട് ചൂണ്ടയ്ക്ക് പോണ ആരെയെങ്കിലും കാണാണ്ട് പോയിക്കൊണ്ടിരിക്കും. അവൻ്റെ ശരീരം പോലും കിട്ടിയില്ലെങ്കിൽ അപ്പ വിചാരിച്ചോണം അവൻ മത്സ്യകന്യകമാരുടെ കൊട്ടാരത്തിലെത്തിയെന്ന്. ജെറമിച്ചായൻ കണ്ടിട്ടുണ്ടോ മത്സ്യകന്യകമാരെ? ഒരേ ഒരു തവണ. ശൗര്യക്കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. എങ്ങനെ കണ്ട്? എവിടെ വെച്ച്? കടലിൽ വെച്ച്, അല്ലാതെ എവിടെയാ? ശൗര്യക്കുട്ടിക്ക് അതറിയണം. ജെറമിച്ചായൻ മത്സ്യകന്യകമാരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. എടാ ശൗര്യേ, അന്നെനിക്ക് 27 വയസ്സ്.
നല്ല തുടുതടയെ തുടിക്കുന്ന ചെറുപ്പം. ചൂണ്ടയ്ക്ക് പോയതാ ഞാൻ, ചാളത്തടിയിൽ. അന്ന് മീനൊന്നും ചൂണ്ടയ്ക്ക് കൊത്തണില്ല. ഇതെന്ത് കളി? വെളുപ്പാങ്കാലത്ത് തിരിച്ചു പോരാന്ന് പറഞ്ഞപ്പോൾ ഒരു കൊത്ത് കിട്ടി ചൂണ്ടയ്ക്ക്. വലിച്ചു നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരണില്ല. എന്നെ അങ്ങോട്ട് വലിക്കുക. ഞാൻ വിടുവോ? അവൻ എന്നെ വലിച്ചോണ്ട് പോവുകയാണെന്ന് ഞാൻ നോക്കുമ്പോൾ അവൻ മോട്ടോർ സൈക്കിൾ മാതിരി മുമ്പേ പായണ്. അവൻ്റെ മുതുക് എനിക്ക് കാണാം. ഉഗ്രനൊരു ചൊറക്. എനിക്കറിയാം കുറേ ഓടിക്കഴിയുമ്പോൾ അവൻ ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടുകൊടുത്ത്. ഒരു പകല് മുഴുവൻ അവൻ പാഞ്ഞു. 100-120 മൈൽ സ്പീഡ് കാണും. ഈ റോഡേ പായണ യന്ത്രം ഉണ്ടല്ലോ, മോട്ടോർ സൈക്കിള്, അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല. എന്നിട്ട് ശൗര്യക്കുട്ടിക്ക് രസം പിടിച്ചു. എന്നിട്ടെന്താ, നേരെ ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി, അവൻ അടങ്ങണില്ല. ഇല്ല, ഞാൻ പിടിവിടണ്ടോ? അതും ഇല്ല. ചോരത്തിളപ്പാണേ. ഒരു പാതിരാ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും അവൻ പടിഞ്ഞാട്ട് വെച്ച് പിടിക്കുക. ഞാൻ നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ചുവടും ഒരു വക്കില് ഒരു വെളിച്ചം, കണ്ണഞ്ചിക്കുന്ന ഒരു വെളിച്ചം. ആഹാ! എന്നിട്ട് എനിക്ക് കാര്യം മനസ്സിലായി. മത്സ്യകന്യകമാരുടെ കൊട്ടാരത്തിൽ നിന്നുള്ള വെളിച്ച. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ചൗര്യക്കുട്ടിയെ. അപ്പോഴേ ചൂണ്ടേന്ന് പിടിവിട്ടു. അതവൻ കൊണ്ടുപോയോ? വിട്ടുകൊടുത്തതാ. പോട്ടേന്ന് വെച്ചു. ഞാൻ നോക്കുമ്പോൾ പ്രകാശം ദൂരേന്ന് എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ. എനിക്ക് അപകടം മനസ്സിലായി. തുഴയെടുത്ത് വെച്ച് പിന്നെ ഒരു പിടുത്തായിരുന്നു ശൗര്യക്കുട്ടിയെ. അന്ന് എന്താ കരുത്ത്! ഒരൊറ്റ ഊന്നിന് ഒരു വള്ളപ്പാട് നീങ്ങും. എന്നിട്ടും ഒരു തവണ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞെട്ടിപ്പോയി. മത്സ്യകന്യകമാര് പുറകീന്ന് വരിക, നീന്തിക്കൊണ്ട്. 500 എണ്ണമുണ്ട്. പിന്നെ ഞാൻ ഒരൊറ്റ വിളിയ, എൻ്റെ ആർത്തുങ്ക പുണ്യാളച്ചാ കാത്തോളണേ. കട്ടമരം എടുത്തു വെക്കണ മാതിരിയാ പായുന്നേ. നേരം വെട്ടം വീഴണവരെ അവരുണ്ടായിരുന്നു പുറകിന്. വെളിച്ചായതും ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. എന്താ കാര്യം? ശൗരി തിരിച്ചു ചോദിച്ചു. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു കഴിഞ്ഞു. ജെറമിച്ചായൻ അവരെ ശരിക്കിനും കണ്ടോന്ന് ചോദിച്ചാൽ കുറച്ച് ദൂരെയല്ലേ. നിരന്നിങ്ങ് നീന്തി വരുക, തിരമാല വരുന്ന പോലെ. 500 എണ്ണം ശൗരി പൂരിപ്പിച്ചു. ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. അതിൻ്റെ അടുത്ത രാത്രിക്കാ ഞാൻ ഈ കടപ്പുറത്ത് കയറുന്നേ. വീട്ടുകാരെല്ലാം ഈ കടപ്പുറത്ത് വന്ന് നോക്കി നിൽക്കി എന്നെ കാണാഞ്ഞിട്ട്. എന്നെ തെരഞ്ഞ് കടലിലോട്ട് ബോട്ടും വള്ളവും പോയിട്ടുണ്ട്. അവരുടെ വിചാരം എന്നെ കടലെടുത്തുന്നാ. ഈ മത്സ്യകന്യകമാരെ തനിക്കും ഒന്ന് കാണണമെന്ന് അപ്പോഴേ ശൗര്യക്കുട്ടി മനസ്സിൽ കുറിച്ചിട്ടു. ജെറമിച്ചായന് തുഴഞ്ഞു രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ തനിക്കും അത് സാധിക്കും. എന്നാലും മത്സ്യകന്യകമാരുടെ കൊട്ടാരം കാണാൻ പറ്റിയില്ലല്ലോ? ശൗര്യക്കുട്ടി ചോദിച്ചു. അത് കാണാൻ നിന്നാ തിരിച്ചു വരാൻ പറ്റുവോടാ? ഈ ജെറമിച്ചായൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു? അവൻ ആ വൃദ്ധന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈസ്റ്റർ ഞായറാഴ്ച ശൗര്യക്കുട്ടി ഇറച്ചിക്കറി കൂട്ടി വയറ് നിറയെ ചോറുണ്ട് ഏമ്പക്കം വിട്ട് ഡെന്നിച്ചനും ജാനറ്റിനുമൊപ്പം മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അയൽപ്പക്കത്ത് നിന്ന് കുഞ്ഞെന്നെ ഓടി വന്ന് എമിലിയോട് പറയുന്നത് ശൗര്യക്കുട്ടി കേട്ടു. എടാ എമിലിയെ, നമ്മുടെ ജെറമിയില്ലേ, കാട്ടൂരെ ജെറമി, കുഴഞ്ഞു വീണ് കടപ്പുറത്തുകാരൊരു വണ്ടി വിളിച്ച് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുക. ശൗര്യക്കുട്ടി കളി നിർത്തി. ജെറമിച്ചാൻ കുഴഞ്ഞു വീണെന്നോ? ഈസ്റ്റർ ആയതുകൊണ്ട് കള്ള് കുടിച്ചു കാണും. അല്ലെങ്കിൽ അങ്ങനെ കുഴഞ്ഞു വീഴുന്നവനല്ല ജെറമിച്ചായൻ. അവൻ ജെറമിച്ചായൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരുടെ സംഭാഷണ ശകലങ്ങൾ അവൻ കേട്ടു. ഈസ്റ്റർ ആയതുകൊണ്ട് ജെറമിച്ചായൻ കുറച്ച് ബ്രാൻഡി കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ പറ്റാണ്. ഉച്ചയ്ക്ക് ഇറച്ചിക്കറിയും മീൻ പൊരിച്ചതും കൂട്ടി വയർ നിറയെ ഉണ്ടു. ഒരു ബീഡി കത്തിച്ച് ഇടത് കയ്യിൽ പിടിച്ച് വലിച്ചു. മറ്റേ കയ്യിൽ ഒരു തീപ്പെട്ടി കമ്പുമായി പല്ലിട കുത്തിക്കൊണ്ട് കടപ്പുറത്തേക്ക് വരുമ്പോഴാണ് കുഴഞ്ഞു വീണത്. അപ്പോഴേ ആളുകൾ ഓടിക്കൂടി താങ്ങിയെടുത്ത് ഓട്ടോയിൽ കയറ്റി KVM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് സമയം ആ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന ശേഷം ശൗര്യക്കുട്ടി തിരിച്ചു പോന്നു. അവനറിയാം എങ്ങനെ വീണാലും ജെറമിച്ചായൻ എണീറ്റ് വരുമെന്ന്. 500 മത്സ്യകന്യകമാരെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ആളാണ്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ജെറമിച്ചായൻ്റെ വീട്ടിൽ നിന്ന് മൈക്കിൽ കൂടി പാട്ടും പ്രാർത്ഥനകളും വന്നു തുടങ്ങി. കുഞ്ഞന്ന വിൻസിയെ വിളിച്ച് വിലാപസ്വരത്തിൽ പറയുന്നത് ശൗര്യക്കുട്ടി കേട്ടു. എൻ്റെ വിൻസിയെ, ജെറമി പോയടി. പോയെന്നോ? ശൗര്യക്കുട്ടിക്ക് മനസ്സിലായില്ല എങ്ങോട്ട് പോയെന്ന്. ശൗര്യക്കുട്ടി ജെറമിച്ചായൻ്റെ വീട്ടുമുറ്റത്ത് ചെന്നു. അവിടെ പിന്നെയും ആളുകൾ കൂടിയിരിക്കുന്നു. കുറേ പേർ പന്തലിടുന്നു, കസേരകൾ നിരത്തുന്നു. വീട്ടിനുള്ളിൽ നിന്ന് കരച്ചിലും അലമുറയും ഉയരുന്നു. എല്ലാവരുടെയും മുഖത്ത് വലിയ സങ്കടം.
ആളുകൾ അടക്കി പിടിച്ചാണ് സംസാരം. മരണത്തിൻ്റെയും ശവപ്പെട്ടിയുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ജെറമി ചായൻ മരിച്ചു പോയെന്നാണ് ഇവരെല്ലാം കൂടി പറയുന്നതിൻ്റെ സാരം. അതൊന്നും ശരിയല്ലെന്ന് ശൗര്യക്കുട്ടിക്ക് തോന്നി. ഇവർക്ക് ജെറമി ചായനെ അറിഞ്ഞുകൂടാ. വൈകുന്നേരം ആംബുലൻസ് വന്നു. ആകാശത്ത് ഇടി കുടുങ്ങുന്നുണ്ടായിരുന്നു. കാർമേഘം കൊണ്ട് ആകാശം മൂടി. ഭൂമി ഇരുണ്ടുപോയതുപോലെ തോന്നിച്ചു. ആംബുലൻസിൽ നിന്ന് ശവപ്പെട്ടിയും ജെറമി ചായൻ്റെ ശരീരവും വേറെ വേറെയായി ഇറക്കിക്കൊണ്ടുവരുന്നത് കണ്ട് ശൗര്യക്കുട്ടിയുടെ ശ്വാസം നിലച്ചു. പെട്ടെന്ന് അതിനു ചുറ്റുമായി ആളുകൂടി. അവൻ്റെ കാഴ്ച മറഞ്ഞു. കൊച്ചുകുട്ടിയായതിനാൽ അവന് പിന്നീട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വലിയ മനുഷ്യരുടെ കാലുകൾക്ക് പിന്നിലായി പോയി അവൻ. വീട്ടിനുള്ളിൽ നിന്ന് അലമുറയിട്ടുള്ള കരച്ചിൽ ഉയർന്നതോടെ ഒരു കാര്യം തീർച്ചപ്പെട്ടു: ജെറമി ചായൻ മരിച്ചു. വീട്ടുവരാന്തയിൽ എന്തൊക്കെയോ സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. എപ്പോഴോ ശൗര്യക്കുട്ടി അവർക്കിടയിലൂടെ നുഴഞ്ഞു കയറി. വരാന്തയിലെത്തിയപ്പോൾ നിലത്ത് പുൽപ്പായയിൽ വെള്ളക്കോടി വിരിച്ച് വെള്ള പുതപ്പിച്ച് ജെറമി ചായനെ കിടത്തിയിരിക്കുന്നത് അവൻ കണ്ടു. വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ്. കൈത്തലങ്ങൾ മാറത്ത് വച്ചിട്ടുണ്ട്. ശൗര്യക്കുട്ടിക്ക് വീണ്ടും ശ്വാസം മുട്ടൽ വന്നു. ചങ്ക് വിങ്ങിപ്പൊട്ടാൻ പോകുന്ന പോലെ. അവൻ ആ വരാന്തയിൽ നിന്ന് ഇറങ്ങി നേരെ കടപ്പുറത്തേക്ക് നടന്നു. മഴച്ചാറ്റലുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ശ്വാസം വേണ്ടത്ര ആഞ്ഞു വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ തൊണ്ടയിൽ തടയുന്നു. ജെറമി ചായൻ ഇരുന്ന് വല തുന്നാറുള്ള തെങ്ങിൻ ചുവട്ടിലേക്ക് അവൻ നോക്കി. ജെറമി ചായൻ വീട്ടുവരാന്തയിൽ കണ്ണടച്ച് കിടക്കുന്നതും കറുത്ത ശവപ്പെട്ടിയും അവൻ്റെ മനസ്സിൽ വന്നു. ശവപ്പെട്ടി എന്തിനുള്ളതാണെന്ന് അവനറിയാം. അതിൽ കയറ്റി വയ്ക്കുന്ന മനുഷ്യർ ശവക്കോട്ടയിലേക്കാണ് പോകേണ്ടതെന്നും അവനറിയാം. അങ്ങനെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നും. കാൽമുട്ടുവരെ നനഞ്ഞപ്പോഴാണ് അവൻ കീഴോട്ട് നോക്കിയത്. ഒരു തിര കയറി വന്ന് അവനെ വിലക്കിയതാണ്. ഇതിനപ്പുറത്തേക്ക് ഇറങ്ങണ്ട. ആകാശത്ത് അതിശക്തമായൊരു മിന്നലുണ്ടായി. ചെകിടടുപ്പിക്കുന്ന ഒച്ചയിൽ ഒരിടിമുഴക്കം. മഴച്ചാറ്റലിന് പകരം കോരിച്ചൊരിയുന്ന മഴ. ശൗര്യക്കുട്ടിയുടെ തൊണ്ടയിൽ വീണ്ടും ശ്വാസം തടഞ്ഞു. ശ്വാസം എടുക്കാൻ വേണ്ടി അവനൊന്ന് കരഞ്ഞു. പിന്നെ അത് പിടിച്ചു നിർത്താൻ അവന് കഴിഞ്ഞില്ല. കടലിലേക്കും അതിനു മീതെ പെയ്തിറങ്ങുന്ന മഴയിലേക്കും നോക്കി അവൻ വാവിട്ട് കരഞ്ഞു. അടുത്ത ഭാഗം നാളെ.